Dear students, today we can discuss the details of forecasting demand. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൽ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡിൻ്റെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഐറ്റംസാണ്, ഏതൊക്കെ അപ്രോച്ചസ് വഴിയാണ് നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യലെന്ന് പറഞ്ഞു. അതിൽ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സർവേ മെത്തേഡും ആൻഡ് സ്റ്റാറ്റിക്കൽ മെത്തേഡായിരുന്നു രണ്ട് മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ന്യൂ പ്രൊഡക്റ്റ് ആകുമ്പം അതിനുള്ള മെത്തേഡ് എന്തും ആയി മാറും, വ്യത്യസ്തം ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേറെ മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം എന്ത് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ന്യൂ പ്രൊഡക്റ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ദി ഫോർകാസ്റ്റിംഗ് ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് അല്ലേ. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഏതിന് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ന്യൂ പ്രൊഡക്റ്റിന് ഫോർകാസ്റ്റ് ചെയ്യാൻ. Okay, so the reason that the product is not available, hence no historical data are available for the making the estimation in the future. So this is very difficult to forecast the demand for new product. However, the Professor Joel Dean has suggested that there contributed some method for forecasting demand of the new products. ഓക്കെ, ജോൽ ഡീൻ ന്യൂ പ്രൊഡക്റ്റിന് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഏത്? ഇവല്യൂഷണറി അപ്രോച്ച്. ഓക്കെ, ഇവല്യൂഷണറി അപ്രോച്ച് പറഞ്ഞാൽ എന്താണ്? അതിലെന്താ പറഞ്ഞത്? ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഇതിൻ്റെ ബേസ്ഡാണ് assumption that the new product is the improvement and evolution of old product. ഈ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവല്യൂഷൻ ഓഫ് ദ ഏതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ്? പഴയ ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ് ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ കളർ ടി വി ഓൺ ദ ബേസ്ഡ് ഓൺ ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി. ഓക്കെ, ഇവിടെ എന്താ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഷുഡ് ബി ടേക്കൺ ടു കൺസിഡറേഷൻ വൈൽ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർ കളർ ടി വി because the lighter is the improvement version of the former അല്ലേ. ഇവിടെ കളർ ടി വിക്കുള്ള ഡിമാൻഡ് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത്? ബ്ലാക്ക് ടി വിക്ക് എന്താണോ കഴിഞ്ഞ പാസ്റ്റിലുള്ള ഡിമാൻഡ് അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ടി വി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്രോച്ചാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? Here the new product is treated as a substitute of the existing product അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഏത് മറ്റേ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിന് എത്രത്തോളം മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൺസിഡർ ചെയ്തിട്ടാണ് ഫ്യൂച്ചറിലുള്ള ഈ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പോളിത്തീൻ ബാഗ്സ് ഫോർ ക്ലോത്ത് ബാഗ്. ഓക്കെ, പോളിത്തീൻ ബാഗിന് പകരം ക്ലോത്ത് ബാഗ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതാണ് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്രോച്ചിൽ പറഞ്ഞത്. സോ ദ ഡിമാൻഡ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് അനലൈസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ മൂന്നാമത്തെ അപ്രോച്ചാണ് ഗ്രോത്ത് കർവ് അപ്രോച്ച്. അവിടെ എന്താ പറയുന്നത്? അണ്ടർ ദിസ് മെത്തഡ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ബേസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗ്രോത്ത് ഓഫ് ദ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്റ്റ്, ദ ഡിമാൻഡ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്, ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉയരുന്നുണ്ട് നമുക്കറിയാം. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുക. ഫോർ എക്സാമ്പിൾ, ഗ്രോത്ത് റേറ്റിനുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് പിയർ സോപ്പ് is in use, a new cosmetic is to be introduced in the market. Okay, in this case the average sales of peer soap will give an idea to how to new cosmetic will be accepted by the consumers അല്ലേ. പിയർ സോപ്പിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. അപ്പം മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ പിയർ സോപ്പിൻ്റെ മാർക്കറ്റ് ഇതാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ടെന്ന് കൺസ്യൂമേഴ്സിന് അറിയാം. അപ്പം ആ കമ്പനിയിൽ പിയേഴ്സിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? അതിന് ആവറേജ് ഐറ്റം ഉണ്ടാവും, നല്ലതായിരിക്കും എന്നുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ചിന്ത ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഗ്രോത്ത് കർവ് അപ്രോച്ച് അതാണ് പറയുന്നത്. അതിൻ്റെ ബേസ് വെച്ചിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പീനിയൻ പോൾ അപ്രോച്ചാണ്.
ഒപ്പീനിയൻ പോൾ അപ്രോച്ചിൽ പറഞ്ഞത് എന്താണ്? അണ്ടർ ദിസ് മെത്തേഡ് ദ ഡിമാൻഡ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ദ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് വിത്ത് ദി കൺസ്യൂമേഴ്സ്. ഓക്കെ, ഒപ്പീനിയൻ പോൾ അപ്രോച്ച് പറഞ്ഞിട്ടുള്ളത് ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തതിനു ശേഷം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ഡാറ്റ കളക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചാണ് അടുത്ത മെത്തേഡ്. സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ള ന്യൂ പ്രൊഡക്റ്റ് ഈസ് ഓഫേർഡ് സെയിൽസ് ഇൻ എ സിംഗിൾ മാർക്കറ്റ് ആൻഡ് ഡയറക്റ്റ് മെയിൽ ത്രൂ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഷോപ്പ് ഫ്രം ദിസ് ടോട്ടൽ ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദി ഹോൾ മാർക്കറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? സെയിൽസ് എക്സ്പെരിമെൻ്റ് നടത്താണ്. ഒരു കുറച്ച് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? വിൽക്കും, ഔട്ട്ലെറ്റ്സിന് വിൽക്കും. അത് എന്ത് ഷോപ്സിലും മൾട്ടി ഷോപ്പിലും ഡിപ്പാർട്ട്മെൻറ്റൽ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് അതുപോലെ ഡയറക്റ്റ് മെയിൽ വഴിയൊക്കെ എന്ത് ചെയ്യും? സാധനം കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യും? അവരുടെ ആക്സസിബിലിറ്റി ഇതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും? ഡിമാൻഡ്, ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് വിക്കാരിയസ് അപ്രോച്ചാണ്. വിക്കാരിയസ് അപ്രോച്ചിൽ എന്താണ് പറയുന്നത്? ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സർവേയിങ് കൺസ്യൂമേഴ്സ് റിയാക്ഷൻ ത്രൂ ദി സ്പെഷ്യലൈസ്ഡ് ഡീലേഴ്സ് ഹു ക്യാൻ ടച്ച് വിത്ത് ദി കൺസ്യൂമേഴ്സ്. ഓക്കെ, വിക്കാരിയസ് അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത് കൺസ്യൂമർ സർവേ നടത്തും. എങ്ങനെ? ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന്. ഓക്കെ, ഡീലേഴ്സിന് അറിയാം, നമ്മൾ സാധനം വിൽക്കുമ്പോൾ ആ ആളുകൾക്കറിയാം, ആ സെയിൽസ് നടത്തുന്ന ആളുകൾക്കറിയാം എന്ത് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിനോട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ആ പ്രൊഡക്റ്റിനോട് ഡിമാൻഡ് കാട്ടുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക? നമുക്ക് ആ ഡീലേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ഓക്കെ, സോ ദിസ് മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് സർവേയിങ് കൺസ്യൂമർ റിയാക്ഷൻ ത്രൂ ദി സ്പെഷ്യലൈസ്ഡ് ഡീലേഴ്സ് who are the touch with the consumers. Okay, so the dealers are able to know how the customer will accept a new product. On the based on their report, demand can be estimated. ഓക്കെ, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ? ഡിമാൻഡ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രിവൈലിംഗ് ബിസിനസ് കണ്ടീഷനാണ്. ഓക്കെ, പ്രിവൈലിംഗ് ബിസിനസ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രൈസ് ലെവൽ ചേഞ്ച്, പെർ ക്യാപിറ്റൽ ഇൻകം, കൺസംഷൻ പാറ്റേൺ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഡിമാൻഡ് ഫോർകാസ്റ്റിനെ ബാധിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രിവൈലിംഗ് ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ദെൻ കണ്ടീഷൻ വിത്ത് ദ ഇൻഡസ്ട്രി, പ്രൈസ്, പ്രൊഡക്റ്റ്, കോമ്പറ്റീഷൻ പോളിസി, ഫേം വിത്തിൻ ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രൈസ് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടീഷൻ വിത്ത് ദ ഫേം, നമ്മളുടെ ഫേമിൻ്റെ, നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കമ്പനീസാണ് ഇൻഡസ്ട്രീസ് ആയിട്ട് പറഞ്ഞത്. ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ കമ്പനി അതാണ് ഇത് ഫേം. അപ്പോൾ നമ്മളെ ഫേമിൻ്റെ കപ്പാസിറ്റി, ക്വാളിറ്റി, ഇമ്പോർട്ടൻ്റ് ഓഫ് ദ പോളിസി ഓഫ് ദ ഫേം ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ദെൻ നാലാമത്തെ ഫാക്ടറായിട്ട് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, എക്സ്പോർട്ട് ട്രേഡ് ഇത് ഉൾപ്പെടുന്ന എക്സിം കൺട്രോൾ, എക്സിം പോളിസി, ടേംസ് ഓഫ് എക്സ്പോർട്ട്, ഫിനാൻസ് എക്സെട്ര ആർ ഇൻക്ലൂഡ് ഇൻ ദി ഏതൊരു എക്സ്പോർട്ട് ട്രേഡിൽ അത് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിലുള്ള മാർക്കറ്റ് ബിഹേവിയർ നമുക്ക് നോക്കിയിട്ട് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സോഷ്യോളജിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൺട്രീസിലെ പോപ്പുലേഷൻ ഡീറ്റെയിൽസ്, ഏജ് ഗ്രൂപ്പ്, ഫാമിലി ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ ആൻഡ് ഫാമിലി ഇൻകം, സോഷ്യൽ അവയർനെസ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെയാണ് ഇതിൽ വരുന്നത് സോഷ്യോളജിക്കൽ കണ്ടീഷനിൽ വരുന്നത്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അത് സൈക്കോളജിക്കൽ കണ്ടീഷനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കസ്റ്റമേഴ്സാണ് സൈക്കോളജിക്കൽ കണ്ടീഷനിൽ വരുന്നത്. ദെൻ ഇനി അടുത്തത് കോമ്പറ്റീറ്റീവ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീവ് കണ്ടീഷൻ വിത്തിൻ ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഒരേ ലെവലിലുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിൽ എന്തുണ്ടാവും? കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കോമ്പറ്റീഷൻ കൺസിഡർ ചെയ്തിട്ട് എന്ത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് പറയുന്നത് ക്രൈറ്റീരിയ ഫോർ ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. ഏതൊക്കെ ക്രൈറ്റീരിയാസാണ് ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിന് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? പ്ലോസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റീസണബിൾ ആൻഡ് ബിലീവബിൾ. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇതിൽ ബേസ് ചെയ്താൽ പോരാ, അത് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കണം, റീസണബിൾ ആയിട്ടുള്ള ആയിട്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം. ദെൻ സിംപ്ലിസിറ്റി ആയിരിക്കും, ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതുപോലെ എക്കണോമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് കോസ്റ്റ്ലി, കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ആക്യുറേറ്റ് ആൻഡ് ഇറ്റ്സ് പോസിബിൾ. ഓക്കെ,
Then availability, it is relevant data should be easily available. അപ്പോൾ നമ്മൾ എന്നിട്ട് ബേസിൽ ഡിമാൻഡ് ഫോക്കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ആ ഇൻഫർമേഷൻസ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ദെൻ ഫ്ലെക്സിബിലിറ്റി, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് അഡോപ്റ്റ് റിക്വയർമെൻറ്റ് ചേഞ്ചസ്. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിൽ ഡിമാൻഡിൽ എന്ത് ചെയ്യണം, ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് ആയിരിക്കണം നടത്തേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ we can discuss as some term meanings. First one, utility. ഓക്കെ, ഇതിൽ ടൈപ്പ് ചെയ്തത് കാണുന്നില്ല, ഫോണൊക്കെ എടുത്തിട്ടായിരിക്കും, ഞാൻ ലാപ്പിലായിരുന്നു ചെയ്തത്. അപ്പം യൂട്ടിലിറ്റീൻ്റെ മീനിങ് എന്താ നോക്കാം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കൺസ്യൂമർ ഡിമാൻഡ് എ ഗുഡ് to consume it. When a consumer good is satisfied the need, the satisfaction derived from the consumers after consuming good is called utility. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദി കൺസ്യൂമർ ഫോർ ദി ആഫ്റ്റർ കൺസ്യൂമിങ് ദി ഗുഡ്സ്. ഓക്കെ, ഒരു കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ദ യൂട്ടിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ദി ഹ്യൂമൻ വാണ്ട്സ്. ഓക്കെ, ഇഫ് എ കമ്മോഡിറ്റി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്, then we can say that it is not no utility. ഓക്കെ, യൂട്ടിലിറ്റി ക്ലിയർ ആണല്ലോ. നമുക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇനി അടുത്ത ടൈം പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്ടിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം ഓഫ് ദ ആണ്. സം ഓഫ് ദി യൂട്ടിലിറ്റി പറയുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദി യൂട്ടിലിറ്റീസ് ഒബ്റ്റൈൻ ഫ്രം ദ കൺസ്യൂമിങ് ദി ഓൾ ദ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി. ഓക്കെ, എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചിട്ട് കിട്ടുന്ന കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഒരു ടേം ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി തിയറി. സോ ദ മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ദ യൂട്ടിലിറ്റി ഓഫ് ദി അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഫസ്റ്റ് ലെവൽ പഠിച്ചിട്ടുണ്ടാവും എക്കണോമിക്സിന്. മാർജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അഡീഷണൽ യൂണിറ്റ് ആണ്, അല്ലേ? അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി തിയറി. സോ ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ യൂട്ടിലിറ്റി ഓഫ് എ അഡീഷണൽ യൂണിറ്റ്. ഓക്കെ, സോ ഇറ്റ് റെഫേഴ്സ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂംഡ്. ഒരു കൺസ്യൂമർ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.